ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങുകയല്ലേ? അതെ ഗായ്സ്, നമുക്ക് ഇന്നത്തെ ഉച്ചക്കത്തെ പരിപാടി ചോറ് വെച്ചുകൊണ്ട് തന്നെ തുടങ്ങാം കേട്ടോ. ചോറ് വയ്ക്കാനായിട്ട് ഇൻഡക്ഷനിൽ വെച്ചിട്ട് ഇന്ന് എന്ത് കറി ഉണ്ടാക്കും എന്ന അഗാധമായ ആലോചനയിൽ നിൽക്കുന്ന എന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഇഷുക്കുട്ടി പ്രത്യക്ഷപ്പെട്ടിട്ട് മമ്മ എനിക്കിന്ന് ചോറും പുളിശ്ശേരി മതി കേട്ടോ എന്ന് പറഞ്ഞു. ഐഡിയ. അപ്പോൾ പിന്നെ ചോറും പുളിശ്ശേരി തന്നെ ആയിക്കോട്ടെ, എനിക്കുള്ള കറിക്കുള്ള ഐഡിയ ആയിട്ടുണ്ട്. അവരൊക്കെ അരിഞ്ഞ് തീർന്നപ്പോഴത്തേക്കും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അതൊരു സൈഡിലേക്ക് ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തോര വയ്ക്കാനായിട്ടൊരു ഫ്രൈ പാൻ എടുത്ത് തീ കത്തിച്ചിട്ട് തേങ്ങ എടുക്കുകയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ ഡിമാർട്ടിൽ പോയി വാങ്ങിയ 10 തേങ്ങയാണ്. അതിലിനി ഈ ഒരു പകുതി പീസും കൂടി ബാക്കിയുള്ളൂ ഗൈസ്. അതോടുകൂടി തേങ്ങയുടെ കഥയ്ക്ക് ശമനമായി. ഇനി നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് എണ്ണയും കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് അത് അടയ്ക്കാനായിട്ട് മാറ്റി വെച്ചു, വേവിക്കാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് കുറച്ച് തേങ്ങ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞെടുക്കുന്നുണ്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ക്യൂട്ടൊരു കറുത്ത ചട്ടിയാണ് കേട്ടോ. അപ്പോൾ തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊച്ചുള്ളിയാണ്. ഇതുപോലെ ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്ത് ഇതുപോലെ ക്ലീൻ ചെയ്ത് ഫ്രീസറിലാക്കി വെച്ചിട്ടുണ്ട്, സിപ്ലോക്ക് ബാഗിനകത്താക്കി. എപ്പോഴെങ്കിലും എമർജൻസി ഘട്ടങ്ങളിൽ എടുക്കാനാണ്. അപ്പോൾ നമ്മുടെ മോര് കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, തേങ്ങ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തല്ല നല്ലതുപോലെ ഫൈനാക്കി അരച്ചിട്ട് നമ്മുടെ ചട്ടയിലേക്ക് കടുവൊക്കെ വറുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തൈരും കൂടി ഇതുപോലെ മിക്സിയിലൊന്ന് കറക്കി ഒഴിച്ചിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മൾ തേങ്ങ അരച്ച മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ, ഇടയ്ക്ക് നമ്മുടെ തോരനെ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ തോരന് മോര് കറി റെഡി ആയിട്ടുണ്ട് ഗായ്സ്. എങ്ങനെയുണ്ട്? അതൊക്കെ കഴിഞ്ഞ് കിച്ചണെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇഷുക്കുട്ടി വന്നിട്ട് മമ്മ വിശക്കണേ എന്ന് പറഞ്ഞിട്ടൊരു വരവായിരുന്നു. അങ്ങനെ ഞാൻ അവൾക്ക് ചോറും പുളിശ്ശേരി വിളമ്പി കൊടുത്തേട്ടോ. ചോറും പുളിശ്ശേരി ആയതുകൊണ്ട് അവൾ നല്ലതുപോലെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇക്ക ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് മുട്ട വരത്തില്ല, അതുകൊണ്ട് പപ്പടം കാച്ചി ഞാനങ്ങ് അഡ്ജസ്റ്റ് ആക്കി ഗൈസ്. അങ്ങനെ ഇക്ക മഞ്ഞ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് ഇഷുക്കുട്ടിക്ക് മഞ്ഞ ഡ്രസ്സ് ഇടണമെന്നും പറഞ്ഞ് പോയി ഇട്ടുകൊണ്ട് വന്നതാണ് മാച്ചിങ് ആയിട്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടിൽ ദെൻ bye.